ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോകും ഗൈസ് സിംഗപ്പൂരേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ ചായ കുടിച്ചില്ല, അപ്പോൾ ചായ കുടിക്കണം. ഇപ്പോൾ സമയം 9:30 ആയി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ മുഖത്തിനെ പരിചയപ്പെടുത്തി തരാം. ഹലോ ഗൈസ് പറയണം. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറയണം. അപ്പോൾ നമ്മൾ ഇപ്പം രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നത് രാമേശ്വരം കഫേയിലേക്കാണ് കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല രാമേശ്വരം കഫേയിലേക്ക്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു രാമേശ്വരം കഫേയിൽ പോകണമെന്ന്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്ക് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. നോക്കുമ്പോഴത്തേക്ക് തന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു. അപ്പോൾ ഒരിക്കൽ വിചാരിച്ചു ഇനി കഴിക്കണോ അല്ലെ പോകണോന്ന്. പക്ഷെ എന്തായാലും വന്നതല്ലേ, കഴിക്കാണ്ട് എങ്ങനെ പോയത്. അതുകൊണ്ട് നമുക്ക് കഴിക്കാം, ആ തിരക്കായാലും കുഴപ്പമില്ല, കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡറാക്കി. അപ്പോൾ പൊടി ദോശ, മസാല ദോശ, മിനി ഇഡ്ഡലി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ ചായ, കോഫി അതിൻ്റെ കൂപ്പൺ നമ്മളിവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പം അവർ നമുക്ക് ആ നമ്പർ വിളിക്കുമ്പോൾ നമ്മുടെ നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മുടെ സാധനം വാങ്ങണം. അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ചായ വാങ്ങേണ്ടത്. അപ്പം നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു വൈബ്. പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെണീക്കുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയാൽ നമുക്ക് അവിടെ ഇരിക്കാം. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അച്ഛനും അമ്മക്കും ഓൾറെഡി സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ഇരുന്ന് നമ്മൾ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. കയറുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് എത്ര തിരക്കുണ്ടായിന്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിൽ നമുക്ക് അധിക സമയം ഇങ്ങനെ വെയിറ്റ് ആക്കേണ്ടി വന്നിട്ട് വേഗം ഓർഡർ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല. കുറേ സമയം തിരക്ക്, കുറേ സമയം വെയിറ്റ് ആക്കണം ഫുഡിന് വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ടൈം കുറച്ച് കുറവാണ്. നമ്മുടെ ഫുഡ് വേഗം കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണ്ട അങ്ങനെ. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡറാക്കിയ പൊടി മസാല ദോശ. പിന്നെ ഇത് പൊടി ഇഡ്ഡലീൻ്റെ വലിപ്പം കണ്ടില്ല എത്ര വലുതെന്ന്. പിന്നെ ഇത് മിനി ഇഡ്ഡലി. ഒരു ടൈപ്പ് ഇഡ്ഡലി വലിയ ഇഡ്ഡലി, ഒരു ടൈപ്പ് ഇഡ്ഡലി ചെറിയ ഇഡ്ഡലി. ഇഡ്ഡലീന് തന്നെ എത്ര തരമല്ലേ. പക്ഷെ ഏതായാലും എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാ പത്രത്തൊന്നും വാരി തിന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട്. പിന്നെ നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാം കൈയിട്ട് വാരി തിന്നു. അപ്പം എനിക്ക് ഫുഡ് വാരിട്ടെന്ന് കണ്ടിട്ട് മാളൂനിക്ക് അസൂയായി. എന്നിട്ട് ഓളും പോയിട്ട് അവനോട് ചോദിക്കുന്നു, എനിക്ക് മലിട്ട് തരും. എന്നിട്ട് ഓക്കും മലിട്ടെടുത്തു. ഇന്ന് ആക്കേണ്ടത് പോലല്ലേ. അപ്പോൾ നമ്മൾ വേഗം ഫുഡെല്ലാം കഴിച്ചു. ആടുന്ന് ഇറങ്ങി. കാരണം ഇനി നമുക്ക് ഒരു സ്ഥലത്ത് ചിക്പേട്ടയിലും കൂടി പോയിട്ട് വേണം റൂമിലേക്ക് തിരിച്ചു പോകാം. പിന്നെ കാരണം ഇന്ന് ഞാൻ തിരിച്ചു പോവും സിംഗപ്പൂരേക്ക്. സോ നമുക്കെല്ലാം വേഗം ആക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വേഗം ഇവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ ചിക്പേട്ടിൽ പോയി. അപ്പോൾ നമ്മളങ്ങനെ ചിക്പേട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര തിരക്കുണ്ട്. നമ്മളിങ്ങനെ നടന്ന് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ ടീംസ് ഉണ്ട്. ടീംസ് ഹായ് പറയൂ. നമ്മൾ കുറേ സമയം ഇവിടെ നിൽക്കൂല, ഞാൻ പോവും. കാരണം ഇന്ന് വൈകുന്നേരം എനിക്ക് പോവാനുണ്ട്. ഇന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചു പോകും സിംഗപ്പൂരേക്ക്. കുട്ടിന് വിഷമാണോ ഞാൻ പോന്നായിട്ട്? കുട്ടിന് വിഷമാണോ? ഞാൻ പോവാതിരുന്നാലോ? പോവാതിരുന്നെങ്കിലോ?
അപ്പോൾ രണ്ടമ്മമാരും രണ്ടച്ഛന്മാരെയും ഈ പീടികയിലാക്കിയിട്ട് നമ്മ കുറച്ച് അങ്ങോട്ട് വേറെ എല്ലാം പോയി. കാരണം ഇവിടെ നിന്നാൽ നമുക്ക് നടപടിയാവില്ല. കാരണം ഇവർ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ജ്വല്ലറി ഷോപ്പിൽ വന്നിട്ട് കുഷൻ ജ്വല്ലറി വാങ്ങിച്ചു. കുഷൻ ജ്വല്ലറി വാങ്ങി. അപ്പോൾ ഐശ്വര്യ ജ്വല്ലറി എല്ലാവരും ഇത് വാങ്ങി. വേണമെങ്കിൽ ലിങ്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ അപ്പോൾ സാധനം വാങ്ങി എല്ലാവരുടെ വീട്ടിലും ഐശ്വര്യം പെരുന്നാൾ പറഞ്ഞു. കുട്ടിന് വന്നോണെന്ന് ഐശ്വര്യം വന്നു. പെട്ടെന്ന് ഒരു 15,000 രൂപ പോയി. അതാണ് വലിയൊരു ഐശ്വര്യം. അപ്പോൾ ഈ ഷോപ്പിന്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും വന്ന് സാധനം വാങ്ങണം. പിന്നെ ഒരു ജ്യൂസ് വാങ്ങാൻ പോകണം. നമുക്ക് തലച്ചൊക്കെ പോയിട്ട് ഒരു ജ്യൂസ് അറിയില്ല. നമുക്ക് ഇവര് ജ്യൂസ് വാങ്ങാൻ പോകണം. അപ്പൊ ഇവിടെ ചിപ്പേട്ടിലൊന്നും ജ്യൂസിന്റെ ഷോപ്പില്ല. അപ്പൊ നമ്മ പുറത്ത് ഇറങ്ങിയിട്ട് ജ്യൂസ് വെള്ളവും നമ്മളിങ്ങനെ നമ്മളെ അനാഥരല്ല ഗുണ്ടകളാണ്. അങ്ങനെയല്ല, നമ്മൾ ഗുണ്ടകളല്ല അനാഥരാണ്. ചിലപ്പോൾ ആരെങ്കിലും പൈസ തരുന്നു. എന്നിട്ട് ശരിക്കും നമ്മൾ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ചിക്ക്പേട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നേരെ റൂമിലേക്കാണ് പോയത്. പിന്നെ റൂമിൽ നമ്മളെ കാണാൻ ഒരാൾ വരും. അത് ഞാൻ കാണിച്ചു തരാം ആര് വന്നതെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ പോവും. ഒരു 4 മണി 4:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങും. അങ്ങനെയാണ് പ്ലാൻ. എൻ്റെ ഫ്ലൈറ്റ് 9:30ക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു 6:00 എത്തണം. കാരണം ഇവരും ഇന്ന് തിരിച്ച് നാട്ടിൽ പോകും. അപ്പോൾ ഇവരെ ബസ് 9:30ക്കാണ്. അപ്പോൾ ടൈം സെറ്റ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ പോകും. എന്നിട്ട് അവിടെ പോയിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, നിങ്ങളിത് കാണണം ഗൈസ്. ഞാൻ എങ്ങനെയുള്ള സങ്കടം സഹിച്ചിട്ട് കരയാണ്ടിരിക്കുമ്പോണ്ട് ഈ കുട്ടി വന്നിട്ട് എന്നെ കിരികിരിയാക്കിയിട്ട് എന്നെ കരയിപ്പിച്ചു. ലാസ്റ്റ് ഒന്നാമതേ കുട്ടി എൻ്റെ എപ്പോഴും വരുന്നില്ല. പിന്നെ ഇപ്പം എല്ലാവരും ഒന്ന് നാട്ടിൽ പോകുന്നു. ഞാൻ തിരിച്ച് സിംഗപ്പൂരിൽ വരുന്നു. അപ്പോൾ ഫുള്ള് വിഷമത്തിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടി വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ കരയിപ്പിച്ചു. ലാസ്റ്റ് ഒരു ബച്ചലേച്ച് തിന്നിട്ട് ഞാൻ സമാധാനിച്ചു. അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഗസ്റ്റ്. ഇതാണ് ശുങ്കപ്പനെ ഞാൻ കാണാതെ കുറേ ആയി. എൻ്റെ കല്യാണത്തിന് കണ്ടത്. അപ്പോൾ ഒരു 8 മാസമായി ഇപ്പം ശുങ്കുവിനെ കാണാത്ത. വീഡിയോ കോളിൽ മാത്രമേ കാണുള്ളൂ. അങ്ങനെ ശുങ്കു വന്നു. ശുങ്കുവിനെ കണ്ടു. പിന്നെ കുട്ടാട്ടിനും ദൃശ്യേച്ചിൻ്റെ അമ്മയുണ്ടായിന്. ഞാൻ ഇറങ്ങാനായിന് ഇവർ വരുമ്പോഴത്തേക്ക്. കുറച്ച് സമയം ഇവരുണ്ടായിട്ടു. പിന്നെ ഇവർ ഓണമെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വരുത്താന്ന്. അപ്പം അവർക്കും വീട്ടിൽ പോകാനുണ്ടായിന് വേഗം ഫ്ലാറ്റിലേക്ക്. അപ്പോൾ ഫസ്റ്റ് അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി.
Okay? അപ്പം മാളും കുട്ടും ഉണ്ണിയാണ് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത് എയർപോർട്ടിലേക്ക്. കാരണം അച്ഛനും അമ്മ വന്നിട്ട്, കാരണം അവർ വന്നാൽ പിന്നെ ആടുന്നും ചിലപ്പോൾ കരച്ചിലും പിടിച്ചിലെല്ലാം ആവും. പിന്നെ അവർക്ക് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാവും, കാരണം കുറേ ലഗേജ് എല്ലാം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അവരാരും വന്നിട്ട്, മാളും കുട്ടും ഉണ്ണിയും മാത്രമേ വന്നിട്ടു. എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ നേരെ പോയത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്കും എന്തെങ്കിലും കഴിക്കണം, കഴിച്ചിട്ട് ഇവർക്കും എന്തെങ്കിലും കഴിക്കണം, കഴിച്ചിട്ട് വേണം ഇവർക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോകും, ഇവർ പുറത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ എന്ത് തിന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് ഇപ്പം. അപ്പോൾ അവർക്ക് സബ്വേ കണ്ടു, സബ്വേ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ സബ്വേ പോയിട്ടില്ല, പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വന്നിട്ട് സബ്വേയിലൊന്നും പോയിട്ടില്ല. അതിന് തൊട്ടപ്പുറത്തുള്ളൊരു മിറ്റി കഫേയിലേക്കാണ് പോയത്. അതെന്ന് പറഞ്ഞെങ്കിൽ മാജിക് ഓഫ് ഡിസബിലിറ്റീസ് എന്നാണ് അതിന് പറയുന്നത്. കാരണം ഇത് റൺ ചെയ്യുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കളർഫുള്ളാണ്, കുറേ സാധനങ്ങളുണ്ട്. എല്ലാം നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കണം, അത്രയ്ക്ക് രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മളവിടെ നിന്ന് ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ഇവർക്ക് പോകാൻ ലേറ്റ് ആയതുകൊണ്ട് വേഗം ഒരു ചായ മാത്രം കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ അവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഒന്നും പറയാനില്ല ഗൈസ്, നിങ്ങളെപ്പെങ്കിലും എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ ഇവിടെ പോയൊരു ചായയോ എന്തെങ്കിലും കഴിക്കുക കേട്ടോ. ഗൈസ്, ഇതൊരു ബാംഗ്ലൂർ നെഞ്ചല്ലാത്ത പ്ലേസ്. അപ്പോൾ ഇത് സിംഗപ്പൂർ ബീച്ചിൻ്റെ വ്ളോഗിൻ്റെ അവസാനത്തെ ക്ലിപ്പാണ്. നമ്മൾ സിംഗപ്പൂരിൽ. ചേച്ചി is going back. I'm gonna miss her. Passport ഉണ്ടാവും. അപ്പോൾ my ചേച്ചി is going back to Singapore. I'm gonna miss her. I love her. ഇനി അടുത്തൊരു ടൈം വരെ. Okay, bye guys. Bye. She's going. Bye. അപ്പോൾ അവരെന്നെ വിട്ടിട്ട് പോയി പുറത്തേക്ക്. അപ്പം ഞാൻ ഉള്ളിലേക്ക് വന്നു. അപ്പം എനിക്ക് പേടി ഉണ്ടെന്ന് ചോദിച്ചാൽ പേടിയില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒറ്റയ്ക്ക് വരുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആരോ ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്കത് നോക്കി പോവാം. പക്ഷെ എനിക്ക് പേടിയുണ്ട് എന്ന് ആരും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ വീഡിയോ എല്ലാം എടുത്തിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു ധൈര്യം കിട്ടുമല്ലോ, നമ്മളെപ്പരം നമ്മളെ വീഡിയോയും ഉണ്ട് എന്നുള്ളൊരു ധൈര്യം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ബോർഡ് നോക്കിക്കൊണ്ട് ഉള്ളിലോട്ട് പോയത് കേട്ടോ.
ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് കുറേ പ്രാവശ്യമൊന്നും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. 2 പ്രാവശ്യം കയറിയിട്ടു. അപ്പെല്ലാം എൻ്റെ ഒപ്പം ആളുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക്. നല്ല മജ തന്നെ ഒറ്റയ്ക്ക് പോവാൻ. എന്താവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്താവാനല്ലേ, എല്ലാവരും ഒറ്റയ്ക്ക് പോകുന്നില്ല ഇപ്പം. അപ്പോൾ ഞാൻ നേരത്തെ എത്തിയതുകൊണ്ട് കുറേ സമയമാണ് പോസ്റ്റ് അടിച്ചിരുന്നു. കുറേ അങ്ങോട്ട് നോക്കി, കുറേ ഇങ്ങോട്ട് നോക്കി, കുറേ ഫോണിൽ നോക്കി. അങ്ങനെ ഞാൻ കുറേ സമയം കളഞ്ഞു. പിന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് സമയമായി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആകുമ്പോഴത്തേക്ക് ഞാൻ സിംഗപ്പൂർ എയർപോർട്ടിലേക്ക് എത്തി. പിന്നെ അവിടെ ഇപ്പം ദിബിനുണ്ടായിരുന്നു. ദിബിന് എയർപോർട്ടിൽ തന്നെ ജോലി ആയതുകൊണ്ട് ദിബിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ദിബിന് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ടാക്സി എടുത്തിട്ട് വീട്ടിൽ പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ. ഇതിനെന്നെ കൂട്ടാൻ വന്നി. അപ്പോൾ ബാംഗ്ലൂർ പോയതും വന്നതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ബാംഗ്ലൂർ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.